ഹലോ എവരിവൺ, വെൽക്കം ടു CS ലേണിംഗ് ഹബ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഡ്ലോക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡെഡ്ലോക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു റിയൽ ടൈം എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്താണ്, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു നേരോ ബ്രിഡ്ജ് ഉണ്ട്. നേരോ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് വെഹിക്കിൾസ് ഉണ്ടല്ലേ. ഈ രണ്ട് വെഹിക്കിൾസും ബ്രിഡ്ജ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? രണ്ടുപേർക്കും അവരുടെ ഡയറക്ഷനിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അവിടെ രണ്ടുപേരും ബ്ലോക്കായിട്ട് കിടക്കുമല്ലേ. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫിഗർ നോക്കിയേ. ഇവിടെ ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡെഡ് ലോക്ക്. ഇവിടെ രണ്ട് പ്രോസസ്സുകളാണ്, P1 P2 എന്ന് പറഞ്ഞ രണ്ട് പ്രോസസ്സ് ഉണ്ട്. അതുപോലെ തന്നെ R1 R2 എന്ന് പറഞ്ഞ രണ്ട് റിസോഴ്സുകളുണ്ട്. ഈ R1 എന്ന് പറഞ്ഞ റിസോഴ്സ് P1ന് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് P1 ഇവിടെ എന്താ ചെയ്യുന്നത്? R2ന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അതായത് R1 എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് P1 R2ന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ P2 എന്താ ചെയ്യുന്നത്? P2ന് ഓൾറെഡി R2 എന്ന് പറഞ്ഞ ഒരു റിസോഴ്സസ് അസൈൻ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ P2 ഈസ് വെയിറ്റിംഗ് ഫോർ R1 അല്ലേ. ഒരിക്കലും P2ന് R1നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല, P1ന് R2നും ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊക്കെ ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനെയാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഡെഡ് ലോക്ക് ഈസ് എ സിറ്റുവേഷൻ വേർ എ സെറ്റ് ഓഫ് പ്രോസസ്സസ് ആർ ബ്ലോക്ക്ഡ് because each process is holding a resource and waiting for another resource acquired by some other process. ഒരു പ്രോസസ്സ് അതിൻ്റെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള റിസോഴ്സിനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് വേറൊരു പ്രോസസ്സിൻ്റെ റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ എന്തുണ്ടാവും? ആ പ്രോസസ്സുകൾ അവിടെ ബ്ലോക്കായിട്ട് വരും. റിസോഴ്സിനെ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഈ ഫിഗർ നമുക്ക് ശരിക്കും അത് കംപ്ലീറ്റ്ലി ഇത് ഡെഡ് ലോക്കിലാന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം ഈ പ്രോസസ്സുകൾ ഡെഡ് ലോക്കിലാന്ന് പറയണമെങ്കിൽ 4 നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. 4 നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ഒരു സിസ്റ്റംസ് ഡെഡ് ലോക്ക് സ്റ്റേറ്റിലാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ നെസസറി കണ്ടീഷൻസ്? അപ്പോൾ ഒരു ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യാനുള്ള 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ ആൻഡ് സർക്കുലർ വെയിറ്റ്. ഈ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു സിസ്റ്റത്തിനെ ഡെഡ് ലോക്ക് സിറ്റുവേഷനിലാണ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതിൽ നമുക്ക് ഓരോ കണ്ടീഷൻസും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് കണ്ടീഷനാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മ്യൂച്വൽ എക്സ്ക്ലൂഷനിൽ എന്താ പറയുന്നത്? 1 or more than 1 resource are non-shareable. എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് മാനറിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതായത് നോൺ ഷെയറബിൾ ആയിരിക്കണം. നോൺ ഷെയറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരു പ്രോസസ്സിന് അതിനെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ താഴെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇപ്പോൾ ഇവിടെ R1 എന്ന് പറഞ്ഞ റിസോഴ്സ് ഓൾറെഡി P1ന് ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ R1 എന്ന് പറഞ്ഞ റിസോഴ്സ് വേറൊരു പ്രോസസ്സ് ആക്സസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഓൾറെഡി P1 അസൈൻ ചെയ്ത് കൊടുത്തേക്കാണ്. വേറൊരു പ്രോസസ്സിന് ഒരിക്കലും ആക്സസ് ചെയ്യാനായിട്ട് പാടില്ല. ആക്സസ് ചെയ്താൽ അവിടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ വയലേറ്റ് ആവും. ഇനി എന്താണ് നെക്സ്റ്റ് കണ്ടീഷൻ? നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? A process can hold multiple resources and still request more resources from other processes which are holding them. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഫിഗർ നോക്കിയേ. P2 എന്ന് പറഞ്ഞൊരു പ്രോസസ്സിന് ഓൾറെഡി R1 R2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റിസോഴ്സസ് ഇവിടെ അലോക്കേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടല്ലേ. എന്നിട്ട് സ്റ്റിൽ P2 എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? R3 എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പ്രോസസ്സിൻ്റെ റിസോഴ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് നോക്കണം. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. രണ്ട് റിസോഴ്സിനെ ഹോൾഡ് ചെയ്ത് വെച്ച് വേറൊരു റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യണമെങ്കിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ 2 കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉണ്ടായിരിക്കണം, ഹോൾഡ് ആൻഡ് വെയിറ്റ് ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് ഏത് കണ്ടീഷൻ നോക്കാം. നോ പ്രിയംഷൻ. ദാറ്റ് മീൻസ് എ റിസോഴ്സ് cannot be preempted from a resource by a force. A process can only release a resource voluntarily. അതായത് ഇപ്പം നമ്മളൊരു പ്രോസസ്സിന് ഒരു റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ആ പ്രോസസ്സിന് വോളണ്ടിയർലി ആ റിസോഴ്സിനെ റിലീസ് ചെയ്യണമെങ്കിൽ റിലീസ് ചെയ്യാം. ദർ ഈസ് നോ പ്രോബ്ലം.
ബട്ട് നമ്മൾ ആ പ്രോസസ്സിനെ പ്രിയംപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലോവർ പ്രയോറിറ്റി പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഹയർ പ്രയോറിറ്റി പ്രോസസ്സ് വരികയാണെങ്കിൽ അവിടെ പ്രിയംഷൻ ഒക്കർ ചെയ്യില്ല. പക്ഷേ ഈ ഡെഡ്ലോക്കിൻ്റെ കേസിൽ അവിടെ പ്രിയംഷൻ ഒക്കർ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഒരു ഹയർ പ്രയോറിറ്റി പ്രോസസ്സ് വന്നാലും ഈ റിസോഴ്സിനെ റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. താഴെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ P2 എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഓൾറെഡി R2 എന്ന് പറഞ്ഞ റിസോഴ്സ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ P2 ഈസ് വെയിറ്റിംഗ് ഫോർ R1. പക്ഷേ P1 ഒരിക്കലും R1ന് P2ന് റിലീസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. റിലീസ് ചെയ്ത് കൊടുത്താൽ അവിടെ പ്രിയംഷൻ ഒക്കർ ചെയ്യും. ഇനി നെക്സ്റ്റ് ആണ് സർക്കുലർ വെയിറ്റ്. സർക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ കാണാം. P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് ഓൾറെഡി R1 എന്ന് പറഞ്ഞ പ്രോസസ്സ് P1ന് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് P1 ഈസ് സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ R2. ഇനി P2 എന്ന് പറഞ്ഞ പ്രോസസ്സ് R2ന് ഓൾറെഡി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും P2 എന്ത് R1ന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സർക്കുലർ വെയിറ്റ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സർക്കുലർ വെയിറ്റ് ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു സിസ്റ്റം ഡെഡ്ലോക്കിലാണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം.